തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. IHT കമ്പ്യൂട്ടർ കോളേജിൽ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു. 4-ഇയർ ബിരുദ പരിപാടിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ IHT കമ്പ്യൂട്ടർ കോളേജ് സംഘടിപ്പിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടി തിരൂർ IHT കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടന്നത്. വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനത്തിന്റെ ഭാഗമായി ക്രെഡിറ്റ് സ്കോർ ലഭിക്കുന്നതിനാവശ്യമായ പ്രായോഗിക പരിശീലനമാണ് ഇന്റേൺഷിപ്പിലൂടെ നൽകിയത്. GST കംപ്ലയൻസസ് ആൻഡ് ഫയലിംഗ് കൺസൾട്ടന്റ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, AI എനേബിൾഡ് ഡിജിറ്റൽ അക്കൗണ്ടിംഗ്, AI കണ്ടന്റ് റൈറ്റിംഗ്, AI ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിംഗ്, AI എനേബിൾഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിജിറ്റൽ പ്രൊഡക്ടിവിറ്റി എക്സിക്യൂട്ടീവ് തുടങ്ങി വിവിധ വിഷയങ്ങളിലായിട്ടാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ JCI ജെകോമിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ വേണുഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ K. അബ്ദുറഹിമാൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്കൽ സംസാരിച്ചു. പരമാർത്ഥമൊക്കെയും തിരയാൻ മനസ്സിന്റെ വിളികൾ തുറന്നിടേണം. പല രൂപമായി തീർന്നതൊരു ജീവനാണെന്ന് നിറവിൽ വിളങ്ങിടേണം. ലോകം ആഗ്രഹിക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള യൂത്തിനെയാണ്. അത് സർക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഫസ്റ്റുള്ള തുടക്കം കിട്ടുന്നത് നിങ്ങളാണ്. ഇതുവരെ നിങ്ങൾ നോളജ് പീപ്പിൾ ആയിരുന്നു, ഇപ്പം നിങ്ങൾ സ്കിൽഡായി. ഇതിന് നിങ്ങൾ ഹോണർ ചെയ്യാൻ വേണ്ടി സ്കിൽ സ്കോറും കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ABCയിലേക്ക് ഇനി ഇൻ്റർനാഷണൽ ലെവൽ എവിടെ പോയാലും ഈ ക്രെഡിറ്റ് സ്കോർ നിങ്ങളെ ബാങ്കിലുണ്ടാവും. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ABC അറിയാലോ. നമ്മളെല്ലാം വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ നൈപുണ്യം, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കുക എന്നുള്ള. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ യൂത്ത് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. ഇന്ത്യയിൽ ജീവിച്ചു പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയുർദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്താണെങ്കിൽ 60 വയസ്സ് 65 വയസ്സായിരുന്നു. ഇപ്പം ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 75 വയസ്സായിട്ടുണ്ട്. 75 വയസ്സ് കഴിഞ്ഞാൽ മരിക്കുന്നല്ല, പക്ഷേ ആയുർദൈർഘ്യം കുറവാണ് ചില രാജ്യങ്ങളെ നോക്കുന്ന സമയത്ത്. ഇപ്പം ജപ്പാൻ പോലെയുള്ള രാജ്യം, ഇപ്പം ലോകത്തന്നെ 5 ബ്ലൂ സോൺ ഏരിയാസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിലുള്ള ഒരു സ്ഥലമാണ് ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറയുന്ന ദ്വീപ്. അവിടെ പല രാജ്യങ്ങളുണ്ട്, പക്ഷെ അതിലുള്ള ഈ രാജ്യത്തെ പ്രത്യേകത 90 വയസ്സുള്ള ആളെല്ലാം ശരിക്കും നടന്നു പോകും. നമ്മുടെ നാട്ടിലും 90 വയസ്സുണ്ട്, 100 വയസ്സെന്നെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ആൾ കിടപ്പിലായിരിക്കും. അവിടെയുള്ള ആളുകളെല്ലാം നോർമൽ എനർജറ്റിക്കാണ്. അപ്പോൾ അതെന്താ നോക്കിയ സമയത്ത് അവരെല്ലാം പയറ്റുന്നൊരു തന്ത്രമാണ് ഇക്കിഗായ് എന്ന് പറയുന്ന തന്ത്രം. ജീവിക്കാനുള്ള ഒരു കാരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജീവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സ്കിൽ പഠിച്ച്, ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്, ഇപ്പം വളരെ ബുദ്ധിമുട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. എന്ത് സ്കിൽ ക്രെഡിറ്റ് കിട്ടുക, യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കിട്ടാൻ വേണ്ടി പഠിക്കാൻ ഇവിടെ വന്ന്. പക്ഷേ ഒരു സ്കില്ല് സ്വായത്തമാക്കി കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾക്ക് ഏണിങ്സിന് വേണ്ടിയിട്ടാണ്. ഇത് ജീവിതകാലം മുഴുവൻ അത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളെ സംബന്ധിച്ചോളം അത് ചെയ്ത് കണ്ടിരിക്കണം. അതൊരു ആക്ടിവിറ്റി ആയിട്ട് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് മാത്രമല്ല, നിങ്ങളെപ്പം നിങ്ങൾ എന്നാൽ ഒരു സ്കില്ല് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുള്ളതായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കില്ല്, ആ സ്കില്ല് കൊണ്ട് എക്സലൻ്റ് ആകുന്നു, അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം വേണം, കൂടാതെ തന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇടൻ അജണ്ട. തിയറി മാത്രം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ ടെക്നീഷ്യൻ ആവില്ല. നിങ്ങൾ അതിൻ്റെ കൂടെ സ്കില്ലായിട്ടുള്ള പ്രാക്ടിക്കലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ. A technician who does not know the practical is a blind man എന്ന് പറയാം. ആൾക്ക് തിയറി അറിയില്ല, വെറും പ്രാക്ടിക്കൽ മാത്രമേ ഉണ്ടെങ്കിൽ ലൈൻ മാൻ ആയിട്ട് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്
ഒരു കോഴ്സ് നടത്തിയാൽ മാത്രമേ നിങ്ങൾ ശരിക്കുള്ള ഒരു ടെക്നീഷ്യൻ ആകുന്നുള്ള ടെക്നിക്കൽ ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സിന് ഞാൻ പഠിച്ചതാണ്. 15 ഡേയ്സ് കോഴ്സൊന്നും വളരെ ചെറിയ കോഴ്സാണ്. ഇനിയും നിങ്ങൾ മുന്നോട്ട് പഠിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ഇത് കിട്ടൂ, എൻകറേജ്മെൻറ്റ് കിട്ടൂ. പുസ്തകങ്ങൾ വായിക്കുക, ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഏത് അറ്റൻഡ് ചെയ്യുക, സീരിയസോടെ അറ്റൻഡ് ചെയ്യുക. കാരണം ഞാനൊക്കെ 90s ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്. അന്നൊന്നും നമുക്ക് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്നതല്ല, പിക്ചറാകെ മാറി. ഇന്ന് നിങ്ങൾക്കൊക്കെ വളരെയധികമായിട്ട് ഓപ്പർച്യൂണിറ്റീസും അധികം ഉള്ളതാണ്. കോളേജിൻ്റെ വളർച്ച പുറമെ നിന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാം. കുറേ കൊല്ലങ്ങളായിട്ട് എനിക്ക് ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം സാധിച്ചിട്ടുണ്ട്. പൈരങ്ങാടിയിൽ നിന്ന് നേരെ പോലീസ് ലൈനിലേക്ക് വന്നു. ഇപ്പോൾ അടുത്തൊരു പ്രൊമൈസസിലേക്ക് മാറും. സോ ഇവരെ വളർച്ച. ക്ലാസ് മുറിയിലെ പഠനത്തെ യഥാർത്ഥ തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലയിലേക്ക് ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ 46ഓളം വിദ്യാർത്ഥികൾക്ക് ജെകോമിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ വേണുഗോപാലാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. അധ്യാപകരായ ശ്രീഷ്മ ടി, അശ്വതി ടി, രചന പി, റാഷിദ സി, സോന സി കെ, നസീബ റൂബി, ബൃന്ദ വി, പ്രിയങ്ക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.